നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി ഇസ്രായേൽ 6 ആഴ്ച നീളുന്ന 3 ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട ഫോർമുലയാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഖത്തർ വഴിയാണ് ഹമാസിനെ നിർദ്ദേശങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് പുതിയ നിർദ്ദേശങ്ങളുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കാൻ ഇരുവിഭാഗവും തയ്യാറാകണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ, ഇസ്രായേൽ സൈനിക പിന്മാറ്റം, ബന്ദികളുടെ മോചനം എന്നിവ ഉൾപ്പെടുന്നു. 6 ആഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ എല്ലായിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. ഗാസയിൽ 600ഓളം ട്രക്കുകൾ എത്തിക്കാനും മരുന്നും മറ്റ് സഹായങ്ങളും അനുവദിക്കും. ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും പുരുഷ പട്ടാളക്കാരെയും മോചിപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ടം. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും. ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെട്ടതാണ് മൂന്നാം ഘട്ടം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളെടുത്തുള്ള പുനർനിർമ്മാണത്തിന്റെ ആരംഭമായിരിക്കും മൂന്നാം ഘട്ടം. ഇരുകൂട്ടരും വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കണമെന്നും അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് നിർദ്ദേശങ്ങളെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. തങ്ങളുടെ ജനങ്ങൾ ആക്രമണം, ഉപരോധം, പട്ടിണി, വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്രായേൽ ഇപ്പോഴും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാൻ ഹമാസും പലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല. എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണ്. മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും തങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ അറിയിപ്പ്. ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റമടക്കം സമാധാന ഉടമ്പടിയിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ 36,000 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതേസമയം UN ലോക കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ രാജ്യാന്തര പ്രതിഷേധം തുടരവേ ഇസ്രായേലിൽ നേരത്തെ തിരഞ്ഞെടുപ്പിനുള്ള നീക്കം തുടങ്ങുന്നതായും റിപ്പോർട്ടുകൾ വന്നു. പാർലമെന്റ് പിരിച്ചുവിടാനുള്ള വോട്ടെടുപ്പിനായി തന്റെ കക്ഷി ശുപാർശ ചെയ്തതായി ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി ഗാൻസ് ആണ് അറിയിച്ചത്. ഗാസ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് നീക്കം. പാർലമെന്റ് പിരിച്ചുവിടാൻ ആവശ്യമായ പിന്തുണ ഗാൻസിന് ലഭിക്കുമോ എന്ന് വ്യക്തമല്ല. യുദ്ധം തുടങ്ങിയപ്പോൾ ദേശീയ സർക്കാർ രൂപീകരിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവായ ഗാൻസ് നെതന്യാഹുവിന്റെ കൂട്ടുകക്ഷി സർക്കാരിൽ ചേർന്നത്. അതേസമയം റഫേൽ കനത്ത ബോംബാക്രമണവും തെരുവ് യുദ്ധവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറൻ റഫേൽ തലാ സുൽത്താൻ ക്യാമ്പിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പലസ്തീൻ ക്രസന്റ് സൊസൈറ്റിയിലെ 2 അംഗങ്ങൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മെയ് 6-ന് റഫേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ സായുധരായ 300 പലസ്തീൻകാരെ വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും നീതി എന്നേക്കുമായി നിഷേധിക്കാനാവില്ലെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ഗസ വിഷയം ചർച്ച ചെയ്യാൻ രാജ്യാന്തര സമാധാന സമ്മേളനം വിളിക്കണം. ലോക സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ചൈന അറബ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അനുരഞ്ജന കരാർ ഉണ്ടാക്കാൻ സഹായിച്ചത് ചൈനീസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ചൈനയിൽ ചൈന അറബ് സ്റ്റേറ്റ്സ് സഹകരണ ഫോറത്തിന്റെ മന്ത്രിതല യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.